പ്രവാസ ലോകത്തെ വാർത്തകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിലെത്തി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് തുടക്കം കുറിച്ച് റിയാദിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സൗദി ഒരുക്കിയത് രാജകീയ വരവേൽപ്പ്. ട്രംപിന്റെ എയർഫോഴ്സ് 1 വിമാനത്തിന് സൗദി റോയൽ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകി. വൻ വ്യാവസായിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സൗദി അമേരിക്ക നിക്ഷേപക സംഗമമാണ് പ്രധാന പരിപാടി. തന്ത്രപരമായ സുരക്ഷാ കരാറുകളിലും സാങ്കേതിക വ്യാപാര നിക്ഷേപ പങ്കാളിത്തത്തിലും ഇരു രാജ്യങ്ങളും ചർച്ച നടത്തും. കൂടാതെ ഗസ, ഉക്രൈൻ പ്രശ്ന പരിഹാര വിഷയങ്ങളടക്കം ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൗദി കൂടാതെ UAEയിലും ഖത്തറിലും ട്രംപ് സന്ദർശനം നടത്തും. രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശയാത്രയാണിത്. 8 വർഷം മുമ്പ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിനും തെരഞ്ഞെടുത്തത് സൗദിയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ നഴ്സുമാർക്ക് ഗോൾഡൻ വിസ അനുവദിച്ച് ഷെയ്ഖ് ഹംദാൻ. മലയാളികളടക്കമുള്ള പ്രവാസി നഴ്സുമാർക്ക് തീരുമാനം ഉപകാരപ്രദമാകും. ദുബായിൽ 15 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ച നഴ്സുമാർക്കാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നത്. രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയവർക്കും ഉയർന്ന നിലവാരമുള്ള വൈദഗ്ധ്യമുള്ളവർക്കും സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമായ വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും നൽകുന്ന 10 വർഷത്തെ റെസിഡൻസി പെർമിറ്റുകളാണ് ഗോൾഡൻ വിസകൾ. അന്താരാഷ്ട്ര നഴ്സസ് ദിനമായ മെയ് 12-നാണ് ഷെയ്ഖ് ഹംദാന്റെ പ്രഖ്യാപനം. സമൂഹത്തിന് നൽകുന്ന സേവനത്തിന്റെ മൂല്യവും ആരോഗ്യമേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ നഴ്സുമാരുടെ സുപ്രധാന പങ്ക് പരിഗണിച്ചാണ് തീരുമാനമെടുത്തത്. സംരംഭകർ, മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരടക്കം വിവിധ മേഖലകളിലുള്ളവർക്ക് ഗോൾഡൻ വിസ നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മികച്ച അധ്യാപകർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചിരുന്നു. ദുബായിലെ ആരോഗ്യ മേഖലയിൽ നിരവധി മലയാളി നഴ്സുമാരാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് പുതിയ പ്രഖ്യാപനം ആശ്വാസകരമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്ലൂ റെസിഡൻസി വിസ അപേക്ഷകർക്ക് 180 ദിവസത്തെ പ്രവേശനം അനുവദിച്ച് UAE. പരിസ്ഥിതി മേഖലയിൽ സുപ്രധാന സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കാണ് ബ്ലൂ റെസിഡൻസി വിസ നൽകുന്നത്. UAEക്ക് പുറത്തു താമസിക്കുന്ന യോഗ്യരായ വ്യക്തികൾക്ക് പ്രവേശന തീയതി മുതൽ 180 ദിവസത്തേക്ക് സാധുതയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കാൻ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അനുമതി നൽകി തുടങ്ങി. ബ്ലൂ റെസിഡൻസി വിസ ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു. രാജ്യത്തിനകത്തും പുറത്തും പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിരത, ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജം എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകളും പരിശ്രമങ്ങളും നൽകിയ വ്യക്തികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ദീർഘകാല റെസിഡൻസിയാണ് ബ്ലൂ റെസിഡൻസി വിസ. 10 വർഷമാണ് കാലാവധി. പരിസ്ഥിതി പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവർ, അന്താരാഷ്ട്ര സംഘടനകളിലെ അംഗങ്ങൾ, അന്താരാഷ്ട്ര കമ്പനികൾ, അസോസിയേഷനുകളിലെയും സർക്കാരിതര സംഘടനകളിലെയും അംഗങ്ങൾ, ആഗോള അവാർഡ് ജേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ വിശിഷ്ട പ്രവർത്തകർ, ഗവേഷകർ എന്നിവർക്കാണ് ഈ വിസ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയ വീട്ടുജോലിക്കാർക്ക് ഇളവ് അനുവദിച്ച് സൗദി അറേബ്യ. 6 മാസത്തെ ഗ്രേസ് പീരീഡാണ് അനുവദിച്ചത്. മെയ് 11-ന് മുൻപ് ഒളിച്ചോടിയവർക്കാണ് ഇളവ് ലഭിക്കുക. നവംബർ 11 വരെയുള്ള കാലയളവിൽ പുതിയ ജോലിയിലേക്ക് മാറി നിയമാനുസൃതം രാജ്യത്ത് തുടരാൻ ഇവർക്ക് അനുമതിയുണ്ട്. സൗദിയിലെ തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ തീരുമാനമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഗാർഹിക തൊഴിൽ പ്ലാറ്റ്ഫോമായ മുസാനിദ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. പുതിയ തൊഴിലുടമയിലേക്ക് അവരുടെ സ്പോൺസർഷിപ്പ് കൈമാറാൻ ഇതുവഴി കഴിയും. അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റൽ ആണെന്നും പുതിയ തൊഴിലുടമകൾക്ക് മുസാനിദിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ സ്വകാര്യ മേഖലയിലെ നിയമന രീതികൾ എളുപ്പമാക്കാൻ പുതിയ സംവിധാനവുമായി തൊഴിൽ മന്ത്രാലയം. ഉഖൂൽ എന്ന പേരിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഖത്തറിൽ പഠനം പൂർത്തിയാക്കിയ പ്രവാസി തൊഴിലന്വേഷകരെയും സ്വകാര്യ മേഖലയിലെ തൊഴിൽ ദാതാക്കളെയും ഒന്നിപ്പിക്കുന്ന ഉഖൂൽ പ്ലാറ്റ്ഫോമിന്റെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ വർഷം ആഗസ്റ്റിലായിരുന്നു ഉഖൂൽ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതായി മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഗൂഗിൾ ക്ലൗഡ്, മനായ് ഇൻഫോടെക് എന്നിവയുമായി ചേർന്നാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത്. സ്വദേശിവൽക്കരണത്തിന് പുറത്തുള്ള ജോലികൾക്ക് ഇത് മുൻഗണന നൽകുന്നു. പ്രാദേശിക തൊഴിൽ കമ്പോളത്തെ മെച്ചപ്പെടുത്താൻ ഈ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നു. ജോലിയുടെ വിവരങ്ങൾ PDF ആയി കമ്പനികൾക്ക് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഇതിലെ AI ചാറ്റ്ബോട്ട് ഒരു പ്രധാന സവിശേഷതയാണ്. ഇത് തൊഴിൽ വിവരങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്നു. 2ാം ഘട്ടം ഉടൻ ആരംഭിക്കും. അതിൽ യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്ക് രജിസ്റ്റർ ചെയ്യാനും അവരുടെ വിവരങ്ങൾ ചേർക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.